എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തുർക്കി യാത്രയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ മിനോനിൽ നിന്ന് ട്രാമിൽ കയറി കളർഫുൾ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. മിനോനിൽ നിന്നുള്ള വളരെ പ്രശസ്തമായ T1 ട്രാക്കിലാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ട്രാമുകൾ റൂട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പാളങ്ങളിൽ കൂടിയാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര വളരെ സുഗമവും നല്ല വേഗതയിലുമാണ്. ട്രാം പോകുന്നത് നമ്മുടെ ബോസ്ഫറസ് കടലിടുക്കിൻ്റെ ഗോൾഡൻ ഹോണിൻ്റെ സൈഡിൽ കൂടിയാണ്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഏഷ്യൻ സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് ബോസ്ഫറസിന് തൊട്ട് ചേർന്നാണ് യാത്ര. ഈ ഭാഗങ്ങളിലോട്ട് അടുക്കുമ്പോഴേക്കും ബോസ്ഫറസ് നന്നേ വീതി കുറഞ്ഞു തുടങ്ങി. ഏഷ്യൻ ഭാഗങ്ങളൊക്കെ വളരെ അടുത്തായിട്ട് നമുക്ക് കാണാം. വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് വിട്ടുപോയി. ഒടുവിൽ ട്രാമിൻ്റെ അവസാനത്തെ സ്റ്റോപ്പിലെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. തിരിച്ചതേ ട്രാമിൽ തന്നെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിലേക്ക് വന്നു. നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഈ കളർഫുൾ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ മനോഹരമായ വർണ്ണാഭമായ ജില്ല കാണുവാനായിട്ട് നടക്കുകയാണ്. 50 മുതൽ 200 വർഷങ്ങൾ വരെ പഴക്കമുള്ള വീടുകളാണത്. ആദ്യകാലങ്ങളിൽ ഇത് മര കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. പിന്നീട് ഇത് എല്ലാം ഇഷ്ടികകളും കോൺക്രീറ്റും ഒക്കെ കൊണ്ടുള്ള ഭവനങ്ങളായി മാറി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളും നല്ല നിറങ്ങൾ ചാർത്തി ഓരോ നിറവും വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടിരിക്കുകയാണ്. സത്യത്തിൻ്റെ ഇത് കണ്ടപ്പോൾ യൂറോപ്പിലുള്ള പല നഗരങ്ങളിലും നമുക്കറിയാം ഒരു മോണോ കളറാണ് കൊടുക്കുന്നത്. ആ മോണോ കളറിനെ അപേക്ഷിച്ച് ഇത് വളരെ വ്യത്യസ്തമായിട്ട് യൂറോപ്യൻസിന് തോന്നിയാക്കാം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ വീടുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കളർഫുൾ ആണോ എന്ന് നമുക്ക് സംശയം തോന്നാം. എന്നാൽ ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള പ്രത്യേകതകൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നടന്ന് നമ്മളൊരു പുരാതന ഗ്രീക്ക് പള്ളിയുടെ സമീപത്തെത്തി. ഗ്രീക്ക് പള്ളിയെല്ലാം ആകെ തകർന്നിരിക്കുകയാണ്. മറ്റൊരു കാഴ്ച റോഡിന് കുറുകെ തുണി ഉണക്കാണ്ടിരിക്കുന്നതാണ്. തുണികൾ ഒരു അഴയിൽ കെട്ടി അതൊരു കപ്പി സംവിധാനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീക്കാവുന്ന നമ്മുടെ നാട്ടിലെ പഴയ നാടകത്തിനെയൊക്കെ കർട്ടൻ കെട്ടുന്ന പോലെയുള്ള ഒരു സംവിധാനമാണ് ഈ തുണി ഉണക്കാനിട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കാഴ്ച വളരെ അപൂർവമായിട്ട് നമ്മൾ ഇത്തരം നാടുകളിൽ കാണുള്ളൂ. ഈ ഗ്രീക്ക് പള്ളിയാകെ തകർന്ന അവസ്ഥയിലാണ്. ഇത് ഒരു കാലഘട്ടത്തിൽ യൂതന്മാരുടെയും ഗ്രീക്ക് അർമേനിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെയും ഒരു സങ്കേതമായിരുന്നു. ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഒരു സെറ്റിൽമെൻറ്റ് ധാരാളമായിട്ടുണ്ട്. അധികവും ഗ്രീക്ക് ഓർത്തഡോക്സുകാരാണ്. അതേപോലെ തന്നെ അർമേനിയൻ ഓർത്തഡോക്സുകാരാണ് കൂടുതലായിട്ടുള്ളത്. ഇസ്താംബുളിലെ മറ്റു സ്ഥലങ്ങൾ പോലെ തന്നെ ഇവിടെയും ധാരാളം റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളെല്ലാം ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ആളെ വിളിച്ച് കയറ്റുന്ന തിരക്കിലാണ്. പക്ഷെ നമുക്ക് ഇസ്താംബുളിൻ്റെ മെയിൻ ഭാഗങ്ങൾ വ്യത്യസ്തമായിട്ട് കുറേ കൂടി പൗരാണികമായിട്ട് പുരാതനമായി പഴമ നിലനിൽക്കുന്നതായിട്ട് നമുക്കിവിടെ അനുഭവപ്പെടും. നമ്മൾ നടന്ന് സിറ്റിയുടെ ഒരു നടുക്കുള്ള സെൻറ്ററിലാണ് എത്തിയിരിക്കുന്നത്. ചുറ്റും പല കളറടിച്ച ബിൽഡിങ്ങുകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു കുന്നിൻ ചെരുവിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വഴികളും നല്ല കയറ്റം കയറി വേണം നമുക്ക് പോകാനായിട്ട്. വഴിയിലെ ഫ്രൂട്ട്സ് വിൽക്കുന്നവർ ഈച്ചി ഓടിക്കാനുള്ള യന്ത്ര സംവിധാനമൊക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പല വീടുകളിലെയും അടിവശം ചെറിയ ചെറിയ കടകളാണ്. ആൻറ്റിക് സാധനങ്ങളും സഞ്ചാരികൾക്ക് വേണ്ട സാധനങ്ങൾ, ടൂറിസ്റ്റുകൾക്ക് വേണ്ട ചില കൗതുക വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടകളാണ് അധികവും. എന്നാൽ ഗ്രീക്ക് ഓർത്തഡോക്സ് കോളേജ് വളരെ അകലിൽ നിന്ന് കാണുവാൻ വേണ്ടിയാണ് ഈ കയറ്റം കയറി നടന്നത്. കോളേജ് ഒരു സംരക്ഷിതമായ സ്ഥലമാണ്. അതിൽ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എങ്കിലും കോളേജിനെ ചുറ്റി ഒന്ന് നടന്നു വരാൻ തീരുമാനിച്ചു. കുത്തനെയുള്ള കയറ്റമാണ്. നമ്മുടെ മുട്ടുകാലിൻ്റെ ശക്തിയെല്ലാം പരീക്ഷിക്കും. യാത്രികർക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ചില കിരികിരി ശബ്ദങ്ങളൊക്കെ മുട്ടുകാലിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും തളരാൻ കൂട്ടാക്കാതെ നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു.
ചില വിവാഹ പാർട്ടികളൊക്കെ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താനായിട്ടൊക്കെ പോകുന്നുണ്ട്. വളരെ ഇടുങ്ങിയ കല്ലുപാകിയ തെരുവുകളാണ് ഇവിടെ മുഴുവൻ. ഒരു വണ്ടി കഷ്ടി കടന്നു പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. നമ്മളും അതിൻ്റെ ഇടയിൽ കൂടി വേണം അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു പോകാനായിട്ട്. നമ്മൾ നടന്ന് ഫെനർ ഗ്രീക്ക് കോളേജിൻ്റെ മറ്റൊരു വശത്തെത്തി. കോളേജിൻ്റെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുവാൻ പ്രയാസമാണ്. കാരണം ഈ തെരുവിൽ നമുക്ക് ഇറങ്ങി നിന്നൊന്നും നോക്കുവാനായിട്ടുള്ളൊരു ഗ്യാപ്പില്ല. എന്നിരുന്നാലും ചുവന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച വ്യത്യസ്തമായ ഒരു നിർമ്മിതിയാണ് ഇത്. പ്ലാസ്റ്ററിങ് ഒന്നും ഇല്ലാണ്ട് ഇഷ്ടികളുടെ കളർ കൊണ്ട് തന്നെയാണ് ഇത് കൂടി നിർമ്മിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് കാണാവുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ്. അങ്ങനെ കോളേജിനെ ആക്ച്വലി ഒന്ന് വരം വെച്ച് നമ്മൾ താഴോട്ട് വീണ്ടും ഇറങ്ങുവാൻ തുടങ്ങി. ഈ കളർഫുൾ ഡിസ്ട്രിക്റ്റ് സ്ഥിതി ചെയ്യുന്നത് പലാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. പലാത്തും ഫെനറും ആണ് ഇവിടെ അടുത്തടുത്തുള്ള 2 സ്ഥലങ്ങൾ. ഇസ്താംബുളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ബലാത്തിലാണ് ഇവിടേക്ക് വരാനായിട്ട് ഇറങ്ങേണ്ടത്. ഇവിടുത്തെ ഈ ചെറിയ ഇടുങ്ങിയ തെരുവുകളിലൂടെ എല്ലാം ഇവിടുത്തെ യഥാർത്ഥ ജീവിതം കണ്ടുകൊണ്ട് നമുക്ക് നടക്കാം. നല്ല മനോഹരമായാണ്. ഇത്രയും കടലിൽ നിന്നുള്ള നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് ചൂടിന് കുറച്ച് കുറവുണ്ട്. അങ്ങനെ താഴോട്ട് വരുമ്പോഴാണ് ഇങ്ങനെ സ്റ്റെപ്പുകളിൽ നമുക്ക് താഴോട്ട് ഇറങ്ങാം. അവിടെ മുഴുവൻ ഈ സ്റ്റെപ്പുകൾക്ക് കളറുകൾ കൊടുത്തിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു ഫോട്ടോ പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ധാരാളം പേര് അവിടെ കൂടി നിൽപ്പുണ്ട്. അവർ പലരും പല വിധത്തിലുള്ള ഫോട്ടോകൾ എടുക്കുകയാണ്. സഞ്ചാരികൾക്ക് വേണ്ടി ഈ ഫോട്ടോ എടുക്കാനായിട്ട് ചെറിയ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഫോട്ടോ പോയിന്റ്, ഒപ്പം ഇതൊരു കളർഫുൾ ആയിട്ടുള്ള വാൾ ഡെക്കറേഷൻസും മറ്റും ചെയ്തു വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചില സിനിമകളുടെയും സീരിയലുകളുടെയും ഒക്കെ പോസ്റ്ററുകളും കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ഏതാനും ഫോട്ടോയൊക്കെ എടുത്തു. ഇനി അല്പം ഭക്ഷണം കഴിക്കണം. സമയമായിട്ടുണ്ട്. നമ്മളിവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്ട്രീറ്റ് കൂടി നടന്ന് ഒരു റെസ്റ്റോറൻറ്റിലെത്തി ഭക്ഷണം ഓർഡർ ചെയ്തു. പിടയും സാൻഡ്വിച്ചുമാണ് ഓർഡർ ചെയ്തത്. പിട എന്ന് പറയുന്നത് തുർക്കിയിലെ പിസ്സയാണ്. ഇത് നമ്മുടെ ഫത്തായർ പോലെയാണ് ഷേപ്പെങ്കിലും പിസ്സ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ പിടയും സാൻഡ്വിച്ചും എല്ലാം എത്തി. ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ വീണ്ടും ട്രാം സ്റ്റേഷൻ്റെ അടുത്തേക്ക് നടന്നു. ട്രാം സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഒരു മനോഹരമായ പാർക്കുണ്ട്. ധാരാളം ഫാമിലികളൊക്കെ വീക്കെൻഡ് എൻജോയ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന പാർക്കാണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഓർത്തഡോക്സ് ദേവാലയം കാണാം. ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ഒരു ദേവാലയമാണിത്. സെയിൻറ്റ് സ്റ്റീഫൻസ് ബൾഗേറിയൻ ഓർത്തഡോക്സ് ദേവാലയം. ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. നമ്മൾ പള്ളിയുടെ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. എല്ലാ ഓർത്തഡോക്സ് ദേവാലയങ്ങളെ പോലെ തന്നെ കിഴക്കിനെ അഭിമുഖീകരിച്ച് പള്ളിയിൽ കയറി അല്പനേരം പ്രാർത്ഥിച്ച ശേഷം പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വീണ്ടും നമ്മൾ തിരിച്ചു പോകാനായിട്ട് നമ്മുടെ ട്രാം സ്റ്റേഷനെ ലക്ഷ്യമാക്കി നടന്നു. ഇവിടെ നിന്ന് നമ്മൾ എമിനോനുവിൽ ചെന്നിറങ്ങി. ഇനി നമുക്ക് ടാക്സിം സ്ക്വയർ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു നഗരചതുരത്തിലേക്ക് പോകണം. ഇവിടെ നിന്ന് ബസ് കിട്ടുമെന്നാണ് ഗൂഗിൾ കാണിച്ചത്. ബസ് സ്റ്റാൻഡിൽ ചെന്നു. കുറേ നേരം ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നെങ്കിലും ഈ ടാക്സിം സ്ക്വയറിലേക്ക് പോകുന്ന ബസ്സുകളൊന്നും തന്നെ കണ്ടില്ല. ടാക്സിം സ്ക്വയറിലേക്ക് ബസ്സുകൾ പോകുന്നില്ല എന്നാണ്, ഇവിടെ നിന്ന് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ പിന്നീട് മനസ്സിലായി ഈ ടാക്സി സ്ക്വയറിൽ ഇന്ന് ബസ് ട്രിപ്പുകളൊന്നുമില്ല, അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്നറിയില്ല. പുറത്ത് ഇതേപോലെ തന്നെ ചെറിയ ലോക്കൽ ബസ്സുകളുണ്ട്, അതും ഒന്നും തന്നെ ടാക്സി സ്ക്വയറിലേക്ക് പോകുന്നില്ല. പിന്നീട് നമ്മളൊരു ടാക്സി വിളിച്ച് അതിൽ ഈ ടാക്സി സ്ക്വയറിലേക്ക് പോയി. ടാക്സി ആകട്ടെ നമ്മളെ കൊണ്ടുപോയി നിർത്തിയത്
ഒരു ഭൂഗർഭ തുരങ്കത്തിൻ്റെ ഉള്ളിലാണ്. ഇതവിടെയാണ് ടാക്സിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ തുരങ്കത്തിൽ ഇറങ്ങി ഈ തുരങ്കത്തിലൂടെ നടന്നു തന്നെ മുകളിലേക്ക് കയറണം. തുരങ്കം ക്രോസ് ചെയ്യാനായിട്ട് മാർഗമൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ തുരങ്കത്തിൻ്റെ റോട്ടിൽ കൂടി പോയി നടുക്കുള്ള വേലി വട്ടം ചാടിയൊക്കെ പോകുന്നുണ്ട്. ആ സാഹസത്തിന് നിൽക്കാതെ നമ്മൾ മുന്നോട്ട് നടന്നു. ടാക്സി സ്ക്വയറിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ ധാരാളം ബാരിക്കേഡുകൾ കണ്ടു. എങ്ങും ബാരിക്കേഡുകൾ. റോഡിലൂടെ വാഹനങ്ങളുടെ ഇടയിലൂടെ ജനത്തിന് നടക്കാൻ തന്നെ പറ്റുന്നില്ല. പോലീസിൻ്റെ ബാരിക്കേഡാണെന്ന് തോന്നുന്നു. എന്നാലും ടാക്സി സ്ക്വയറിൻ്റെ ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ വലിയ പോലീസ് സംരക്ഷണം അവിടെ മുഴുവൻ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. പോലീസുകാരെങ്ങും ബാരിക്കേഡുകൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഏതായാലും ഇവിടം വരെ വന്നതല്ല, പോലീസുകാരോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന് കരുതി നമ്മൾ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഉടനെ അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസറെ സ്പെഷ്യൽ ഫോഴ്സുകാരനെ വിളിച്ചു. ഓക്കെ, ഓക്കെ, ടർക്കിഷ് ഇംഗ്ലീഷ്. Bugün LGBT yürüyüşü var. Tamamen kapalı. Bugün LGBT yürüyüşü var. Tamamen kapalı. Bizim hastaneye gitmemiz gerekiyor da geçebilir miyiz? Kimseye alma dediler bize abla. Ama bizim ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടെ കാര്യം മനസ്സിലായത് അവിടെ നിന്ന് LGBTQൻ്റെ വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടാക്സി സ്ക്വയർ മുഴുവൻ പബ്ലിക്കിന് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടത്തേക്ക് ബസ്സില്ലാത്തതും ചെറിയ ബസ് ലോക്കൽ ബസ്സുകൾ ഇങ്ങോട്ട് ഓടാത്തതും. അതുകൊണ്ട് ടാക്സി സ്ക്വയർ കാണണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ടാക്സി സ്ക്വയറിന് ചുറ്റുമുള്ള വഴികളിലൂടെ നടക്കുവാൻ തീരുമാനിച്ചു. ടാക്സി സ്ക്വയറിന് ചുറ്റുമുള്ള വഴികളും വളരെ പ്രശസ്തമാണ്. പക്ഷേ ഇന്ന് അധികം സഞ്ചാരികൾ ഇവിടെ ഇല്ല. നമ്മളൊന്ന് അതിലെല്ലാം ചുറ്റിയടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തികച്ചും തിരക്ക് കുറഞ്ഞ വഴികളിലൂടെയാണ് നമ്മളുടെ നടപ്പ്. സാധാരണ ഈ വഴികളെല്ലാം തന്നെ വൈകിട്ടാകുമ്പോഴേക്കും ജനത്തെ കൊണ്ട് നിറയേണ്ടതാണ്. ഇന്നത്തെ ഈ സമ്മേളനം നടക്കുന്നതുകൊണ്ടും ഇത്രയും പോലീസ് ബന്ദോബസ്ത് ഉള്ളതുകൊണ്ടും തന്നെ സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ്. ടാക്സി സ്ക്വയറിൽ നിന്ന് നമ്മളൊരു ബസ് എടുത്തുകൊണ്ട് യമനോനുവിലെ പ്രശസ്തമായ ഫിഷർമാൻസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഗലാട്ട ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോയത്. സമയം വൈകിട്ട് ഒരു 4-4:30 ആയിട്ടുണ്ടെങ്കിലും നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് വളരെ കുറവാണ്. റെസ്റ്റോറൻറ്റുകളും മറ്റൊന്നും അധികം ഓപ്പൺ ആയിട്ടില്ല. ഈ ബ്രിഡ്ജ് തുർക്കിയിലെ ഇസ്താംബൂളിൻ്റെ ഏഷ്യൻ സൈഡിനെയും യൂറോപ്യൻ സൈഡിനെയും കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇവിടെ വാഹനങ്ങളും യാത്രക്കാർക്കും നടക്കാം. താഴെ 2 വശത്തും ധാരാളം റെസ്റ്റോറൻറ്റുകളാണ്. രാത്രിയാകുമ്പോഴേക്കും റെസ്റ്റോറൻറ്റുകളെല്ലാം തന്നെ പ്രവർത്തനം ആരംഭിക്കും. രാത്രിയിലെ റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ നമ്മളുടെ ആദ്യത്തെ ബോസ്ഫറസിലൂടെയുള്ള യാത്രയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് ഇത്രയും വീതിയുള്ളൊരു ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും ആയിട്ടാണ് റെസ്റ്റോറൻറ്റുകൾ നിലനിൽക്കുന്നത്. നമുക്ക് താഴെ ഒരു സൈഡിൽ കൂടി സഞ്ചരിക്കാം. വളരെ വിശാലമായ റെസ്റ്റോറൻറ്റുകളാണ്. ഈ കാണുന്ന പുറത്തുള്ള ഔട്ടിങ് കൂടാതെ ഉള്ളിലെല്ലാം വളരെ വലിയ റെസ്റ്റോറൻറ്റുകളാണുള്ളത്. ചില റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ ഇടയിൽ കൂടി നമുക്ക് ക്രോസ് ചെയ്ത് ബ്രിഡ്ജ് വട്ടം ക്രോസ് ചെയ്ത് പോകാം. ഈ നടപ്പ് നമ്മൾ ബ്രിഡ്ജിൻ്റെ ഏകദേശം ഒരു നടുഭാഗം വരെ നടന്ന് നടുഭാഗത്ത് വെച്ച് ഈ സംവിധാനം നിൽക്കുകയാണ്. ഇത് പിന്നീട് ബ്രിഡ്ജ് നമുക്ക് മുകളിൽ കൂടി മാത്രമേ ഉള്ളൂ. കാരണം താഴെ കൂടി ബോട്ടുകൾക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത്. ചില പേരുകളൊക്കെ വളരെ രസകരമാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ കല്യാണവും ഉസ്താദും എല്ലാം
റെസ്റ്റോറൻറ്റുകളുടെ പേരുകളായിട്ടുണ്ട്. രാത്രിയാകുമ്പോഴാണ് റെസ്റ്റോറൻറ്റുകളെല്ലാം സജീവമാകുകയും ഇത് മനോഹരമായ ലൈറ്റിൽ ഡെക്കറേറ്റഡായി ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റുകളുടെ എല്ലാം അവസാനം ഇതേപോലെ ഒരു പിയറാണ്. ഇവിടെ നിന്ന് നമുക്ക് പാലത്തിൻ്റെ മുകളിലേക്ക് നടന്നിട്ട് വീണ്ടും അത് പാലം ക്രോസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പാർട്ടീസ് ഫോട്ടോഷൂട്ടിന് റെഡി ആവുന്നുണ്ട്. വധുവും വരനുമൊക്കെ തയ്യാറായി ഫോട്ടോഷൂട്ടിന് ഉണ്ട്. ബോസ്ഫറസിൻ്റെ ഏകദേശം മധ്യഭാഗം വരെ ഈ റെസ്റ്റോറൻറ്റുകളിൽ നിലവന്നിട്ട് ബ്രിഡ്ജ് പിന്നെ മുകളിൽ കൂടി മാത്രമാണ്. വീണ്ടും താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾ തുടരുന്നതാണ്. ഇത് നല്ലൊരു ആശയമാണ്. ബോസ്ഫറസിലുള്ള നമ്മുടെ സഞ്ചാരത്തിന് ഒരു വിഘാതവും ഇല്ലാതെ തന്നെ പാലത്തിൻ്റെ അടിവശം വളരെയധികം മനോഹരമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഫോട്ടോഷൂട്ട് പുരോഗമിക്കുന്നുണ്ട്. ക്യാമറമാൻ മുകളിൽ ഒക്കെ കയറി നിന്നിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വരാനാണെങ്കിൽ ഇപ്പോഴേ തന്നെ വധുവിൻ്റെ ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗം ക്രോസ് ചെയ്തിട്ട് ബ്രിഡ്ജിൻ്റെ മറ്റേ സൈഡിലേക്ക് നടന്നു. അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാമെന്നാണ് തീരുമാനിക്കുന്നത്. ബ്രിഡ്ജിൻ്റെ മുകളിൽ ധാരാളം ചൂണ്ടക്കാരെ എല്ലാം ഇപ്പോഴേ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് നടന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏഷ്യൻ വൻകരയിൽ നിന്ന് യൂറോപ്യൻ വൻകരയിലേക്ക് പാലത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ കൂടി ധാരാളം ബോട്ടുകൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ബോട്ട് യാത്രയെല്ലാം ഇതിനോട് ചേർന്ന് തന്നെയായിരുന്നു. വളരെ വീതി കൂടിയ പാലമാണ്. 4 വരിയിൽ ഗതാഗതവും ഇത്രയും വലിയ രീതിയിൽ ആൾക്കാർക്ക്, സഞ്ചാരികൾക്കും യാത്രക്കാർക്കും എല്ലാം സഞ്ചരിക്കാവുന്ന ഫുട്പാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല വീതി കൂടിയ ഭാവിയിലേക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യൂറോപ്പിലുള്ള പല നിർമ്മിതികളും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലൊരു പാലം പണിത് കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച തൊട്ട് അതോടെ ബ്ലോക്കായിരിക്കും. പാലത്തിന് ആവശ്യമുള്ള വീതി ഉണ്ടാവില്ല, അതിനുള്ള അപ്രോച്ച് റോഡുകൾ കറക്റ്റായിരിക്കില്ല. ഇതെല്ലാം നമ്മളുടെ വികസനങ്ങളുടെ ഒരു മുൻകൂട്ടിയുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. ധാരാളം പേര് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബോസ്ഫറസിൻ്റെ തീരത്ത് നിന്ന് മീൻ പിടിച്ച് ചൂണ്ടയിടുന്നവരത്രയും കിട്ടുന്നുണ്ടോയെന്ന് സംശയമുണ്ട്. ചിലരെല്ലാം ഒരു ഹോബിയായിട്ടാണ് മീൻ പിടിക്കുന്നത്. ചിലർ ധാരാളം മണ്ണിരയെല്ലാം വലിയ ബോട്ട്സുകളിൽ കൊണ്ടുവന്നിട്ട് ആക്റ്റീവായിട്ട് മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ മറുകര നമ്മുടെ ഏനിക്കാമി എന്ന ന്യൂ മോസ്ക് കാണാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ന്യൂ മോസ്കിൻ്റെ കഥകളെല്ലാം പറഞ്ഞിരുന്നു. നമ്മൾ ന്യൂ മോസ്കിൻ്റെ സൈഡിലേക്കാണ് നടക്കുന്നത്. അവിടെ നിന്ന് നമുക്കിനി ഗ്രാൻഡ് ബസാറിൻ്റെ അടുത്തേക്ക് പോകണമെന്നാണ് കരുതുന്നത്. ഗ്രാൻഡ് ബസാറിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഗ്രാൻഡ് ബസാർ ഇന്ന് അവധിയാണ്. ഞാൻ അവിടെ കണ്ട ഒരു ചെസ്നട്ടുകാരുടെ നിന്ന് കുറച്ച് ചെസ്നട്ടെല്ലാം മേടിച്ച് കഴിക്കാൻ തീരുമാനിച്ചു. 2 തുർക്കി യുവാക്കളാണ് ചെസ്നട്ട് വിൽക്കുന്നത്. ക്യാമറ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ടു. ഏതായാലും ക്യാമറ ആയിട്ട് നോക്കുന്നതല്ലേ, ഒന്ന് സ്റ്റൈലായേക്കാന്ന് നമ്മൾ ഹുസൈൻ കരുതി. അതിന് ചെസ്നട്ടൊക്കെ മേടിച്ച് നമ്മൾ ഇവിടെയുള്ള ബസായത്ത് സ്ക്വയറിൽ കൂടി ഒന്ന് കറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബസായത്ത് സ്ക്വയർ കൂടി നടക്കുമ്പോഴാണ് അകലെ ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടം കണ്ടത്. 1453 ഓട്ടോമാൻ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഇസ്താംബുൾ യൂണിവേഴ്സിറ്റി. ഇന്നിവിടെ കുറേ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടക്കുകയാണ്. കോൺവൊക്കേഷന് വേണ്ടി ധാരാളം വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും എല്ലാം എത്തിയിട്ടുണ്ട്. വളരെ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷമാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ധാരാളം പൂക്കളും എല്ലാം പിടിച്ച് കുട്ടികൾ എല്ലായിടത്തും നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
വളരെ വലിയൊരു സ്റ്റേജും അതിനോടനുബന്ധിച്ചുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എല്ലാം കോൺവൊക്കേഷന് വേണ്ടിയുള്ള അവരുടെ പ്രത്യേക ഗൗണെല്ലാം ഇട്ട് നിൽപ്പുണ്ട്. പാരൻസ് എല്ലാവരും സ്റ്റേജിന് മുമ്പിൽ പരിപാടികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മളും ഈ പരിപാടി അറ്റൻഡ് ചെയ്ത് കുറച്ചു നേരമെല്ലാം അവിടെ നിന്നു. മനോഹരമായിട്ടുള്ള ഗാനങ്ങളും കൊയറും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. Hay 18 bin aleme server olan Muhammed, 33 bin ashaba serdar olan Muhammed, yokluğa yoksulluğa kanaat eden Muhammed, asi olan ümmete şefaat eden Muhammed. Ya Muhammed ve salatu ve selam. Ya Muhammed, Muhammed ve salatu ve selam. Ya Muhammed, Muhammed ve salatu ve selam. Ya Muhammed, Muhammed. ഇവിടെ നിന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെയുള്ള പ്രതിമകളും മനോഹരമായ ബൃഹത്തായ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങുകളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ടൈലിട്ട പാത നമ്മളെ നയിക്കുന്നത് ബസായത്ത് ടവർ എന്നറിയപ്പെടുന്ന 85 മീറ്റർ ഉയരമുള്ള ഭീമാകാരമായ ഒരു യൂണിവേഴ്സിറ്റിയുടെ ടവറിലേക്കാണ്. മനോഹരമായൊരു നിർമ്മിതിയാണ് ഈ ബസായത്ത് ടവർ. ടവറെല്ലാം ചുറ്റി കടന്ന് കണ്ട ശേഷം നമ്മൾ തിരിച്ച് കുട്ടികളുടെ പരിപാടി നടക്കുന്നിടത്തേക്ക് നടന്നു. അതിമനോഹരമായ ഒരു ക്യാമ്പസാണിത്. ധാരാളം സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന ഉദ്യാനങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സംരക്ഷിച്ചിട്ടുണ്ട്. Lokmasıdır, yiyemezsin demedim. Demedim mi, demedim mi, gönül sana söylemedim mi? Ah demedim mi, demedim mi, gönül sana söylemedim mi? ഭാവിയുടെ വാഗ്ദാനമായ കുട്ടികളെ അവരുടെ സന്തോഷത്തിനും ആവേശത്തിനും വിട്ടുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പുറത്തേക്ക് കടന്നു. വളരെ അവിചാരിതമായിട്ട് കാണാൻ പറ്റിയ ഒരു മനോഹരമായ അനുഭവമായിരുന്നു യൂണിവേഴ്സിറ്റിയിലെ ഈ ബിരുദദാന ചടങ്ങ്. തിരിച്ച് നമ്മൾ ട്രാം സ്റ്റേഷനിലെത്തി ഇന്നത്തെ യാത്ര മതിയാക്കിക്കൊണ്ട് തിരികെ ഹോട്ടലിലേക്ക് പോയി. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.